പാട്ട് എഴുതിയിട്ട് സാറിന് തൃപ്തിയാവുകയാണ്, കുറേ എഴുതേണ്ട വന്നിട്ടുണ്ട്, ചിലപ്പോൾ കുറേ പ്രാവശ്യം എഴുതും, ഒന്ന് മാറ്റി വയ്ക്കും, അത്രയും തൃപ്തിയിലേക്ക് വരാൻ വേണ്ടി ഏറ്റവും റിസ്ക് എടുത്ത പാട്ട് ഏതായിരിക്കും? അവർക്ക് എന്ത് വേണോ, അവരുടെ മനസ്സേതാണോ, അല്ലെങ്കിൽ അവരിലൂടെ കുട്ടികൾ കാണുന്ന കുട്ടികളുടെ മനസ്സേതാണോ ആ മനസ്സിലാണ് ഞാൻ. എൻ്റെ പരാജയങ്ങളൊന്നും ഞാൻ എൻ്റെ വല്ലാതെ സങ്കടം ഞാൻ വരുത്താറില്ല. എന്ന് അഹംഭാവം അഹങ്കാരം തലയ്ക്ക് പിടിച്ചു അന്നവരുടെ ജീവിതം തീരുവാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്ന് ഞാനത് അപ്പുറത്തുനിന്ന് പുള്ളിക്കാരാൻ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ തിരുവനന്തപുരം എന്ത് പറ്റി, ഞാൻ പറഞ്ഞു ഈ പണി നിർത്തുന്നത് നല്ലത്, എനിക്ക് ഒന്നും വരുന്നില്ല പാട്ട്. അപ്പോൾ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ അവൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അകത്ത് ഈ പാട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാനായിട്ട് എൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറ്റിയപ്പോൾ ചോദിച്ചു, ചേട്ടൻ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന പാട്ട് തിരുമേനി എഴുതിയതാണോ എന്ന് ചോദിച്ചു. റേഡിയോയിൽ പാട്ട് വന്നു, രാക്ഷസി പാട്ട് വന്നു. പുള്ളി അയ്യോ സാറിനൊന്നും കേൾക്കാൻ പറ്റിയ പാട്ടല്ലാന്ന് പറഞ്ഞത് മാറ്റി. സാറും ഉണ്ടാകാൻ പോയില്ല, കാരണം പുള്ളി എഴുതിയ പാട്ടാണ്. അല്ലാതെ പറഞ്ഞ സാറ് പ്രമദവനം എഴുതും, രാക്ഷസി എഴുതും, മിന്നൽ വള എഴുതും, ലജ്ജാവതി എഴുതും. പാട്ട് എഴുതാനടുത്ത് പുള്ളിയുടെ ജീവിതകഥ എന്തെങ്കിലും പറഞ്ഞു തന്നോ? പിന്നെ പടത്തിന്റെ കഥ പറഞ്ഞല്ലോ, അത് തന്നെ ജീവിതകഥ. നമ്മളൊരു സംഗീതജ്ഞനാവണമെന്ന് ആഗ്രഹിച്ചതിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും വലുപ്പമുണ്ട്. ഞാൻ വെറുതെ ഒരു വോയിസ് നോട്ട് അയക്കാൻ പേടിയാണ്. അപ്പോൾ ഞാനത് തിരുമേനി എന്ത് ചെയ്യും, വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ ഞാൻ ആ സമയത്ത് ദോശ കഴിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഒരെണ്ണം കൂടെ കഴിച്ചോളൂ എന്ന് തിരുമേനി. അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 അതിഥികൾ, 5 പേർക്കും സ്വാഗതം. താങ്ക് യു. ഇന്ന് ഇന്നത്തെ ഇരിപ്പ് തന്നെ ഏറ്റവും ഭാഗ്യം ചെയ്തവരാണ് നമ്മളെല്ലാവരും. നമ്മൾ 5 പേരുണ്ട്, സാറല്ല. സാറിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയ ഭാഗ്യം ചെയ്തു സാറേ. ഒത്തിരി സന്തോഷം. ഞങ്ങളൊക്കെ മനസ്സ് നിറഞ്ഞായിരിക്കുന്നു. ഒരു പുതിയ സിനിമയുടെ ഭാവം അല്ലേ? എനിക്ക് തോന്നുന്നു ഫാസിൽ സാറിൻ്റെ പടത്തിൽ നിന്നങ്ങ് തുടങ്ങി ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. എത്ര കാലഘട്ടമാണ് സാറേ. അതിനപ്പുറത്തേക്കൊരു ഭാഗ്യം ജഗദീഷിന് വേറെ എന്താണ് തരുന്നത് അല്ലേ? 40 വർഷമായി. 40 വർഷമായി. 40 വർഷം മുമ്പ് ആ പടം ഇറങ്ങിയത്. എനിക്കൊന്ന് 85-ലോ 86 ഫാസിൽ സാറിൻ്റെ പടത്തിൽ പടം ഇറങ്ങി. ഇത് ഇവിടെ എത്തിയിരിക്കുകയാണ്. പുതിയ തലമുറയൊക്കെ ഇടവും പോലെയൊക്കെ പുതിയ തലമുറ ഇരിക്കണം കേട്ടോ. കാരണം ഇന്നത്തെ പടങ്ങളിൽ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവർക്ക് ഒരു മുത്തശ്ശനായിട്ട് ഞാനുണ്ട്. വെരി ഗുഡ്. അതാണ് ഇത് അല്ലേ? അതെ അതെ അതെ. പിന്നെ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യാൻ നല്ല രസമാണ്. ഞാനെപ്പോഴും അവരുടെ കൂടെ അവരുടെ വേവ് ലെങ്തിലാണ്. ഞാൻ ഒരിക്കലും മുതലായിട്ട് കയറില്ല. അവരുടെ മൂടൊക്കെ പിടിക്കും കൂടും. പിന്നെ അവർക്ക് എന്ത് വേണോ, അവരുടെ മനസ്സേതാണോ, അല്ലെങ്കിൽ അവരിലൂടെ കുട്ടികൾ കാണുന്ന കുട്ടികളുടെ മനസ്സേതാണോ ആ മനസ്സിലാണ് ഞാൻ. ആ മൂഡ് ഈ സിനിമയ്ക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അല്ലേ? ഫുള്ളായിട്ട് അല്ല, ആ മൂഡ് പിടിച്ചു കൊടുത്ത് രഞ്ജൻ്റെ ഇതിലേക്ക് അങ്ങ് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആറ് എഴുതി അങ്ങ് തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളാണ്. അതെ, ഞങ്ങൾ വീഡിയോ കോളിലൂടെയാണ് അത് കൺക്ലൂഡ് ചെയ്തത്, എഴുതി കഴിഞ്ഞത്. അപ്പൊ ഞാൻ ആ സമയത്ത് ദോശ കഴിക്കാൻ പോകുമായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടി ഒരെണ്ണം കൂടെ കഴിച്ചോളൂ എന്ന് തിരുമേനി പറയും. അപ്പോഴാണ് ഞാൻ ആക്ച്വലി പേടിച്ചിട്ടാണ് തിരുമേനിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കൂളായത്. ഓക്കെ, നമ്മുടെ പ്രായത്തിലേക്ക് എന്തായാലും തിരുമേനി ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് എനിക്കന്ന് മനസ്സിലായി. ഞാൻ സാധാരണ ഒരു കുട്ടിയാണ്. എപ്പോഴും സ്കൂൾ കുട്ടിയാണോ? എപ്പോഴും. അതോ കോളേജാണോ? ഇല്ല, സ്കൂൾ കുട്ടിയാണ്. സ്കൂൾ കുട്ടിയാ. പിന്നെ എൻ്റെ കൈ നോക്കിയിട്ടാണ് ഞാൻ പ്രായം നോക്കുക. ഞാൻ മുഖം നോക്കാറില്ല, കൈ നോക്കുമ്പോൾ. എങ്ങനെയാ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ വിഷ്ണുവൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. വിഷ്ണു ഒന്ന് മനസ്സിലാക്കട്ടോ, കൈ നോക്കി പ്രായം പറയണം. ഞാനിങ്ങനെ നോക്കുക. അപ്പം കുഴപ്പമില്ല, ചെറുപ്പമാണ് തോന്നും. അതാണ് ഇങ്ങനെ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരാൾ പറഞ്ഞു കേൾക്കുന്നത്. അന്നത്തെ ചെറുപ്പം ഇപ്പോഴും വിഷ്ണു നോക്കണ്. ഞാനും നോക്കി 2 വർഷം. അതെ, നമ്മൾ സ്വയം നോക്കിയാൽ മതി, മുഖം നോക്കണ്ട. മുഖം നോക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കും, കൈ അങ്ങനെ മാറില്ല പെട്ടെന്ന്. അതൊരു നല്ലൊരു അറിവാണ്, എല്ലാവർക്കും നല്ലൊരു അറിവാണ്. പ്രേക്ഷകരെ ശ്രദ്ധിച്ചോണം. ശരി, മനസ്സ്
കൂളായിരിക്കുക. ഇപ്പം ഞാൻ ഇന്നലെ മൂകാംബിമ്പി പോയിരുന്നു, മിനിയാന്നാവ്. അവിടെ എത്തിയപ്പോൾ ഞാനിങ്ങനെ പറക്കുകയായിരുന്നു. ഞാനുമല്ല, അമ്മയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ വളരെ കൂളായിട്ട് ഞാനിങ്ങനെ നടക്കരുത്. എന്നെ കാണുമ്പോൾ മലയാളികളാണ് അവിടെ കൂടെ, എല്ലാവരും നമസ്കരിക്കാനൊക്കെ പോകുമ്പോൾ എനിക്കതിലൊന്നും പ്രശ്നമില്ല, അതവരുടെ ഇഷ്ടം. ഞാൻ അതിനൊന്നും യോഗ്യനൊന്നല്ല. ഞാൻ സാധാരണ ഒരു പ്രാവ് പോലെ ഞാനിങ്ങനെ അവിടെ പറക്കുക, അത്രയേ ഉള്ളൂ. അതിനനുസരിച്ച് ഞാനിങ്ങനെ വേറാറില്ല. എൻ്റെ അതാ തന്നെ. എന്ന് അഹംഭാവം അഹങ്കാരം തലക്ക് പിടിച്ചു അന്ന് അവരുടെ ജീവിതം തീരുവാണ്. അത്രയേ ഉള്ളൂ. നിലപാട് ആണ് സ്നേഹത്തിൻ്റെ ബേസാണ്, അല്ലാതെ വേറൊന്നുമില്ലേ. അപ്പൊ പുതിയ സിനിമയുടെ വിശേഷത്തിലേക്ക് നമുക്കൊന്ന് പോവാണ്. കുറെ കഥകളുണ്ട്. നമുക്ക് ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം. അതെ അല്ല, ഡയറക്ടർ ഇവിടെ എളിമയോട് കൂടി ഇരിക്കണ, കയ്യട്ടിയൊക്കെ ഇരിക്കണ നോക്കിക്കേ. സാറൊന്ന് നോക്കിയാൽ ശ്രദ്ധിച്ചേ, പുള്ളിയുടെ കൈയൊന്നും നോക്കിക്കേ, പ്രായം തോന്നിക്കോ. എന്റെ കയ്യിൽ അങ്ങനെ വലിയ പ്രായം അറിയാൻ വഴിയൊന്നുമില്ല. ഇല്ലേ? പുള്ളിനേക്കാൾ ചെറുപ്പാണ് എന്റെ കൈ, സാറേക്കാൾ ചെറുപ്പാണ് എന്റെ കൈ. സാറിനെക്കാളും ചെറുപ്പമാണോ? സാറ് ഡയറക്ടറും ചെറുപ്പം എന്ന് പറഞ്ഞാൽ സാറിന് ഇരിക്കണം. അല്ലല്ല, ഞാനാണ് ചെറുപ്പം. എന്തായാലും പുതിയ സിനിമ അല്ലേ, കാത്തിരുന്നൊരു സിനിമ അത് റിലീസിന് എത്തുവാണ്. മെയ് മാസം നമ്മൾ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എന്താണ് ഈ സബ്ജക്റ്റ് പറഞ്ഞു വെക്കുന്നത്? നമ്മളിത് ഒരു ക്യൂട്ട് സാധനം, അതിനെ പറ്റി എന്ത് ചെയ്യാൻ പറഞ്ഞാലും പിന്നെ കഥ കാണുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇത് ചെറിയ കുട്ടികളെല്ലാം ചേർന്ന് ഒരു സിനിമ പിടിക്കാൻ ഇറങ്ങുന്നു. അപ്പം ഞാൻ സിനിമ പിടിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ എന്തിലൂടെ എല്ലാം കടന്നു പോയിട്ടുണ്ടോ അത് ആ കുട്ടികളിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു സൂപ്പർ ഹീറോ പരിപാടി വരുന്നുണ്ട് മൊത്തത്തിൽ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. എനിക്ക് തോന്നുന്നു ടീഷർട്ടിന്റെ ബാക്ക് കാണുമ്പോൾ ഒരു സൂപ്പർമാൻ പരിവേഷമൊക്കെ ഉണ്ടോ? ഇതിനകത്തൊരു സൂപ്പർ ഹീറോ പരിപാടി ഉണ്ട്. അതെന്തെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. എന്താന്നും ആരാന്നും എങ്ങനെയാന്നും പറയാൻ പറ്റില്ല. സിനിമ കണ്ട് തീരുമാനിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കാണുന്നതിന്റെ ഒരു നമ്മൾ വിഷ്ണു ഉള്ളതുകൊണ്ട് ഒരു സൂപ്പർമാൻ പരിവേഷം നമുക്ക് കിട്ടുന്നുണ്ട്. വിഷ്ണു തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. അല്ല, ഇത് കാണുമ്പോ അറിയാലോ ഞാനല്ല. പക്ഷെ ഇതിലിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ സിനിമയിലെ കഥയിൽ കൊണ്ട് തിരിച്ചൊക്കെ നമ്മളെ പ്രേക്ഷകരെ ഇരുത്താൻ വേണ്ടി പരിപാടി ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ചില തന്ത്രങ്ങള് ചിലപ്പോൾ ഇതിന്റെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഓരോ സബ്ജക്റ്റിനും ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. ഇതിലേക്ക് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച എന്തായിരുന്നു വിഷ്ണുവിനെ? ഇതിന്റെ ഒരു ക്യൂട്ട് കഥയാണ്. പിന്നെ അത് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. കാരണം കുട്ടികളുടെ സിനിമ, ഇപ്പോൾ നമ്മൾ മനുവങ്കിൾ പോലുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആ സിനിമയോട് ഭയങ്കര ഒരു രസം തോന്നുമല്ലോ. കുട്ടികൾ ചേർന്നിട്ട് ഒരു ടാസ്കിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതുപോലെ ഒരു പരിപാടി ഈ സിനിമയിലുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ക്യാരക്ടർ എനിക്ക് കൂടുതലും തോന്നിയത് കിരണിൻ്റെ ആത്മകഥാംശം ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ചില കാര്യങ്ങൾ സാറ് കേട്ടായിരുന്നല്ലോ അല്ലേ, ഡയറക്ടറിന്റെ ജീവിതത്തിലെ കുറെ സംഭവങ്ങളുണ്ട്. അന്ന് കഥയും കേട്ടിരുന്നു, ഇവിടെ ചില വിഷ്വൽസും കണ്ടിരുന്നു. പാട്ട് എഴുതാനെടുത്ത് പുള്ളിയുടെ ജീവിതകഥ എന്തെങ്കിലും പറഞ്ഞു തന്നോ? പിന്നെ പടത്തിന്റെ കഥ പറഞ്ഞല്ലോ, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പേര് കേൾക്കുമ്പോഴേ റിവോൾവർ റിംഗോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത്ര ഭയങ്കര പ്രമോദനം പോലെയുള്ളൊരു ടീമല്ല അല്ലേ? അതെ, ഈ റിംഗോ എന്ന് പറയുന്നത് പഴയ കോമിക്കിന്റെ ഒരു പേരാണ്. പണ്ട് കാലങ്ങളിൽ ഈ CID മൂസ, ഇരുമ്പ് ഇതെല്ലാം ഈ 80കളിൽ ഇറങ്ങിയ കോമിക്സ് ആണ്. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു റിവോൾവർ റിംഗോ. ആ ഫീലാണ് എനിക്ക് തോന്നിയത്. ആ ഫീലാണ് സാറിനൊക്കെ ആ ഫീല് കിട്ടുമ്പോൾ തന്നെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടുന്നത്. സാറ് എപ്പോൾ ടൈം ഫിറ്റ് ആവുന്ന ആളാണല്ലോ. അതെ അതെ. ഞാൻ പണ്ട് സിനിമയോട് ഒരു ഇന്റർവ്യൂ വായിച്ചിട്ടുണ്ട്. ഒരു ടാക്സി ഡ്രൈവർ സാറ് കയറി കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ റേഡിയോയിൽ പാട്ട് വന്നു, രാക്ഷസി പാട്ട് വന്നു. പുള്ളി അയ്യോ സാറിനൊന്നും കേൾക്കാൻ പറ്റിയ പാട്ടല്ലാന്ന് പറഞ്ഞത് മാറ്റി. സാറും ഉണ്ടാൻ പോയില്ല, കാരണം പുള്ളി എഴുതിയ പാട്ടാണ് എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ അനുഭവം അല്ലേ അങ്ങനെ പണ്ട് യാത്ര ചെയ്യുമ്പോൾ. അല്ല, അതേ പറഞ്ഞ സാറ് പ്രമദവനം എഴുതും, രാക്ഷസി എഴുതും, മിന്നൽവള എഴുതും, ലജ്ജാവതി എഴുതും. പിന്നെ ഏതാണ് ആവശ്യം അതാണ്. റിവോൾവർ റിംഗോ എന്ന് കേൾക്കുമ്പോ അതിന് പറ്റിയ മൂടായിരിക്കും നമ്മുടെ മനസ്സിൽ. ഈ പറഞ്ഞ പോലെ ചെറിയ ആത്മകഥ ഉണ്ട് ഇതിനകത്ത്, അതുകൊണ്ട് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു വിഷ്ണു. അതിൽ കുറെ ചില രസകരമായ സീക്വൻസുകൾ ഉണ്ട്. അപ്പൊ അത് എടുക്കുമ്പോഴും നമ്മള് അതിന്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് കിരണിനോട് അപ്പൊ ശരിക്കും ജീവിതത്തിൽ കിരണിന് ഇങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? ഇത് സിനിമ ടൈം കിരണിന്റെ അടുത്തൊരു ചോദ്യം വരും കേട്ടോ. അല്ല, കിരണിന്റെ മുമ്പത്തെ ഒരു പടം ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാൻ പോയത്. അത് അന്ന് വേണുവൊക്കെ ഉണ്ട്. അതെ, ഗൗരവമായിട്ടുള്ള പടങ്ങളുണ്ട്. നിങ്ങൾ വലിയ ആത്മബന്ധമുണ്ട്? എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ ഏകദേശം അടുത്ത നാട്ടില് ഏകദേശം അടുത്താണ്.
പക്ഷെ നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഒന്നിക്കുന്നത്. ഓഹോ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഇതിനു മുമ്പേ ഈ വിഷ്ണു പറഞ്ഞ പോലെ കുറച്ച് ജീവിതത്തിലെ സംഭവങ്ങളുണ്ട്. അത് സിനിമ കണ്ടിട്ട് നമ്മളൊന്ന് വിളിക്കാം. ആ അർത്ഥത്തിലല്ല ആ അർത്ഥത്തിലല്ല അത് പറയുന്നത്. വിഷ്ണു ആ അർത്ഥത്തിലാ പറഞ്ഞത്. ഇനി എന്ത് മാറ്റിയാലും നടക്കില്ല. വിഷ്ണു ആ അർത്ഥത്തിലല്ല. വിഷ്ണു അത് പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, മനസ്സിലായിക്കോളും. കാര്യം ഏകദേശം മനസ്സിലാവും. കൃത്യമായിട്ട് മനസ്സിലാക്കും അല്ലേ? മോനെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ആ ഇവന്റെ സൗണ്ട് കേട്ടിട്ട് പേടിയായിട്ട് പാടില്ല. പടത്തിൽ അഭിനയിക്കുമ്പോഴേ കുഞ്ഞു വോയിസ് ആയിരുന്നു, കൊച്ചടിക്ക് കയറി ഇപ്പൊ വളർന്നു. വലിയ ബാസ് സൗണ്ട് ഒക്കെ ആയി. ആ പിന്നെ നമ്മള് വളർന്നുകൊണ്ടിരിക്കുമല്ലോ അല്ലേ? എല്ലാവരും ഇതാ ചോദിക്കണേ, പെട്ടെന്ന് വളർന്നു പെട്ടെന്ന് വളരെയാണ്. പെട്ടെന്ന് വളരാണ്. എല്ലാരും അതാ ചോദിക്കണത്. എല്ലാരും ചോദിക്കണ അങ്ങനെയാണോ? ആ എന്താണ് ആളാകെ മാറിപ്പോയെന്ന്. മൊത്തം മാറിയോ? നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ ഇപ്പൊ? ഈ സിനിമ കാണുമ്പോ അങ്ങനെ ശരിക്കും ഫീൽ ചെയ്യും അല്ലേ? അത് ചെറുപ്പത്തിലല്ലേ, അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാൻ. അതല്ലേ. എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ അന്ന് കണ്ട ഈ ചേട്ടന്മാരും ഇന്ന് കാണുമ്പോൾ ചേട്ടന്മാരുമായിട്ട് എങ്ങനെയുണ്ട്? ഇവരെല്ലാരും ഒരേപോലെ. ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല അല്ലേ? ആ നമുക്ക് മാത്രമേ മാറ്റമുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു? ഇവരൊക്കെ സഹായിച്ചു അഭിനയിക്കുന്ന സമയത്ത്? എല്ലാരും സപ്പോർട്ട് ചെയ്ത്. സീരിയലിലൊക്കെ അഭിനയിച്ചുകൊണ്ട് ഇത് എളുപ്പമായിരുന്നു. ആ സിനിമയിലേക്ക് ആദ്യമായിട്ടല്ലേ? സിനിമ ആദ്യം. പൊളിക്കും. നമ്മൾ പടം കണ്ടു കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും ആ അല്ലേ? അങ്ങനെ തന്നെ ആകണം കേട്ടോ. നമുക്ക് സിനിമ കണ്ടിട്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. സിനിമയുടെ കാര്യങ്ങൾ കഥയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതെ അങ്ങനെയല്ലേ? ഈ ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ബാക്കിൽ താങ്കളല്ലേ? ആവാം. ഭയങ്കര കേട്ടോ, പഠിപ്പിച്ച് വെച്ചോട്ടോ. ആവാം. ഉടനെ അവിടെ നിന്ന് ഡയറക്ടർ നോക്കിയൊരു നോട്ടൊക്കെ ഉണ്ടായിരുന്നത് എന്താ പറയണമെന്ന് ഓർത്തിട്ട് അല്ലേ? ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിത് പുറത്ത് അല്ല ഡയറക്ടർ പറഞ്ഞു വെച്ചോക്കാണ്. ആവാം ഒന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല അല്ലേ? ഒന്നുമില്ല. എനിക്കവനെ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ഈ സാറേ അനിയൻ വന്നില്ലേ ഇവരോട്? എങ്ങനെ എങ്ങനെ ഇങ്ങനെ കണ്ടപ്പോഴേ അനിയൻ വന്നില്ലേ അങ്ങനെയാണ് ചോദിച്ചത്. ആദിശേഷിന്റെ ചേട്ടനാന്ന് ചോദിച്ചു. ഈ രഞ്ജനുമായിട്ട് സാറ് ഇതിനു മുമ്പും നിങ്ങൾ ചെയ്തിട്ടുള്ള ഇല്ല, first ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ്. ഒത്തിരി മ്യൂസിക് ഡയറക്ടർമാരുണ്ട്. ഈ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ഓരോരാൾക്കും വ്യത്യസ്തമായ മൂടുണ്ട്. ഇപ്പോൾ ജോൺസൻ്റെതും രവിയേട്ടനും ഞാൻ ഒരു ജോൺസൻ്റെ പടം വർക്ക് ചെയ്തിട്ട് അന്ന് തന്നെ രവിയേട്ടൻ്റെ പടം വർക്ക് ചെയ്യും. എനിക്കതൊന്നും പ്രശ്നമില്ല. കഴിഞ്ഞിട്ട് വേറൊരു പടം വർക്ക്. മറ്റാത്തിലൊക്കെ അങ്ങനെയാണ്, ഒന്നും സമയമില്ല, പടപടാന്ന് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് അവരെല്ലാവരും ഒരുപോലെ ഞാൻ ബഹുമാനിക്കും, സ്നേഹിക്കും. അതാണ് എൻ്റെ കാര്യം. അല്ലാതെ ഒരാളോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. മോൻ നല്ല വർക്കർ, നല്ല നല്ല മെലഡി ഒക്കെ ഉണ്ട്. രണ്ടും നല്ല മെലഡി ഉണ്ട്. നല്ല രണ്ട് പാട്ടാണ്. ഒരു മെലഡിയുടെ മൂഡ്. ഇപ്പം ഇവരാദ്യം വെള്ളാരപ്പൂ മലമല എന്ന എൻ്റെ ഒരു പഴയ പാട്ടുണ്ട് ജോൺസൻ്റെ. ആ പാട്ടിൻ്റെ ഒരു മൂഡാണ് എന്നോട് പറഞ്ഞത് ആദ്യം. ആ രീതിയിലാണ് മനസ്സിൽ ഞാൻ വെച്ചിരുന്നത്. അതിൻ്റെ ഒരു ലിറിക്കിൻ്റെ ഒരു മൂഡ്. പിന്നെ അവരെന്തോ ചെറിയ ചേഞ്ചസൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു. എനിക്കതിലൊന്നും എൻ്റെ ഒരു ബലം പിടിക്കത്തില്ല. ഞാൻ അങ്ങനെ എഴുതിയത് എനിക്കത് തന്നെ മതി. ഞാൻ പറയാം, ഒരിക്കലും പറയില്ല. അല്ല പൊതുവെ ഇപ്പം സാറ് പൊതുവെ ചിലപ്പോൾ ഉണ്ട് കൈതപ്രസാദ് സാറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു വാശി ഉണ്ടാവും. നമ്മൾ പറയുന്നത് ചെയ്തില്ല, ഇത് മതി എന്നൊക്കെ പറയുന്നത് പൊതുവെ പറയുന്നതാണ് കേട്ടോ, പറയുന്നതാണ്. അത് സിനിമയിലെ ക്യാരക്ടർ കണ്ടിട്ടാണ്, അല്ലാതെ എൻ്റെ ക്യാരക്ടർ കാണാത്തോണ്ടാണ്. സിനിമയിൽ ഞാൻ വാശി പിടിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ 2-3 പടങ്ങളിൽ അഭിനയിച്ചു വെച്ചാണ് സിനിമ. അതെ, ഇതിലൊക്കെ നിവേദ്യം, അബ്ദുള്ള ഒക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. അല്ലാതെ എൻ്റെ മനസ്സ് വളരെ, ഞാൻ കുട്ടികളുടെ കൂടെ കുട്ടിയായിട്ട് ഇരിക്കുന്ന ആളാണ്. എനിക്കൊരു ഭാവങ്ങളില്ല. എൻ്റെ ഭാവങ്ങൾ ഞാൻ പുറത്തെടുക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. അവരുടെ ഭാവത്തിൻ്റെ കൂടെ ചേർന്ന് ശ്രുതി ചേർന്ന് പോവുകയാണ് എൻ്റെ രീതി. അതാണ്. ഒരിക്കലും ഞാൻ അവരെ അപ്പുറത്തേക്ക് പോകില്ല, ഇപ്പുറത്തേക്കും വരില്ല. അവരുടെ അതേ മൂഡിലേ വരുള്ളൂ. ഇപ്പം സാറ് പറഞ്ഞ പോലെ ഒരേ സമയത്ത് 2 പേരുടെ മ്യൂസിക് ഡയറക്ടർമാർ എഴുതും. ഇപ്പം വിഷ്ണു നേരത്തെ പറഞ്ഞു ഒരേ സമയത്ത് ഏതാണ് രാക്ഷസി എഴുതുന്നു, ഇപ്പം ഇത് എഴുതുന്നു, എല്ലാം എഴുതുന്നു. ഒരേ സമയങ്ങളാണ്. അതിൻ്റെ ഒരു വ്യത്യാസം. സാറിന് എത്ര ടൈം ഒരു പാട്ട്, ഇപ്പം എൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു പാട്ട്, ഇവിടുത്തെ ഒരു സിനിമയ്ക്ക് പാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സിറ്റുവേഷൻ പറയുകയാണല്ലോ, അത് സാറിൻ്റെ മനസ്സിലേക്ക് എത്ര സമയം കൊണ്ടാണ് അതൊന്ന് നമ്മൾ ഉള്ളിലേക്ക്? ഇപ്പോൾ ഞാൻ ട്യൂൺ ചെയ്ത് ഞാൻ തന്നെ എഴുതുന്ന പടങ്ങളുണ്ട്. ദേശാടനം 5 പാട്ട് ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഓരോന്നും ആവശ്യം എൻ്റെ മനസ്സിൽ കയറുന്നതിനനുസരിച്ചുള്ള സ്പീഡ് വരും. എപ്പോഴും അങ്ങനെ. അതിന് വേണ്ടി ടൈമൊന്നുമില്ല.
അതെൻ്റെ മനസ്സിൽ കയറി അപ്പം തന്നെ ഞാൻ എഴുതും. അത് ട്യൂണിട്ടായാലും ട്യൂണിടാണ്ടായാലും ഒക്കെ ഞാൻ എനിക്കൊരുപോലെ. കാരണം അത് ഇത്ര 470 പടങ്ങളെ 4000-ഓളം പാട്ടുകൾ എന്ന് പറയാം വേണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ടല്ലോ. എപ്പോഴും അങ്ങനെ എക്സ്പീരിയൻസാണ് ഏറ്റവും പ്രധാനം. അത് അതിൻ്റെ കൂടെ നമ്മുടെ സ്നേഹം കൂടി കേൾക്കുക. ആ സ്നേഹം ചേർത്താൽ നല്ലൊരു പാട്ട് വരും. ഇവരൊക്കെ രണ്ടുപേരും എൻ്റെ അടുത്ത കൂട്ടുകാരാണ്. ഇപ്പോഴും അപ്പോഴും അതെ. സാറിന് ഏറ്റവും പാട്ട് എഴുതിയതിൽ ഏറ്റവും റിസ്ക് എന്ന് വെച്ചാൽ ആ പാട്ട് എഴുതിയിട്ട് സാറിന് തൃപ്തിയാവുകയാണ്. കുറേ എഴുതേണ്ട വന്നിട്ടുണ്ട്, ചിലപ്പോൾ കുറേ പ്രാവശ്യം എഴുതും, ഒന്ന് മാറ്റി വയ്ക്കും. അത്രയും തൃപ്തിയിലേക്ക് വരാൻ വേണ്ടി ഏറ്റവും റിസ്ക് എടുത്ത പാട്ട് ഏതായിരിക്കും? എൻ്റെ 90% പാട്ടുകൾ എനിക്ക് തൃപ്തിയാണ്. അത്രേ ഞാൻ വിടുള്ളൂ. ചിലത് പിന്നെ അവരുടെ ആവശ്യം കൊണ്ടാണ്. സ്പീഡ് എൻ്റെ തൃപ്തി നോക്കണ്ട, അവരുടെ മാത്രം ഈ സൃഷ്ടാക്കളുടെ മാത്രം നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരു 10% ഉണ്ടാവുള്ളൂ. പക്ഷേ 90% എൻ്റെ നല്ല പാട്ടുകളാണ്, എനിക്കിഷ്ടമായ പാട്ടുകൾ. ഏറ്റവും റിസ്ക് ഏതായിരുന്നു? ഏത് പാട്ട് എഴുതുമ്പോഴായിരുന്നു? സിമ്പിളായിട്ടുള്ളതും മറ്റേ പ്രമാദവനം പോലെയുള്ള പാട്ടുകളുണ്ട്, പിന്നെ രാമകഥ. അതുപോലെ അതേ സമയത്ത് തന്നെ കളിയാട്ടം പോലെ വളരെ സിമ്പിൾ കളിയാട്ടം, ദേശാടനം പോലുള്ള സിമ്പിളായിട്ടുള്ള പാട്ട് ഒക്കെ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുക. 20-30 കൊല്ലം മുമ്പേ ചെയ്ത പാട്ടുകൾ 40 കൊല്ലം മുമ്പേ ചെയ്ത ഇത് ദേവദന്തുഭയൊക്കെ ഇപ്പോഴും ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതെൻ്റെ ഭാഗ്യം. ഞാൻ പക്ഷെ അപ്പോഴും ഭാസ്കരൻ മാഷെ പോലെയോ ഉള്ള അവസരങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഭാസ്കരൻ മാഷൊക്കെ ആണ് എൻ്റെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള എഴുത്തുകാരൻ. ഞാൻ അവരുടെയൊക്കെ വളരെ ദൂരെയാണ്, അവരെ നക്ഷത്രം പോലെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അന്നൊക്കെ എന്നെ വല്ലാതെ പ്രേരിപ്പിച്ചിട്ടുള്ള പാട്ടുകളാണ് ഭാസ്കരൻ മാഷ പാട്ടുകൾ. ഇപ്പോൾ സ്നേഹിക്കുന്നു കലഹിക്കുന്നു മോഹഭംഗത്തിലടിയുന്നു നഗരം മഹാസാരൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും ഞാനിങ്ങനെ വിറയ്ക്കും ഉള്ളിൽ. ഞാനാണ് ആ കഥാപാത്രം തോന്നുന്നത്. അതാണ് ഭാസ്കരൻ മാഷപ്പള്ളി. എല്ലാവരും അതെ. വയലാറ്, പിന്നെ തമ്പിച്ചേട്ടൻ, ഇവരൊക്കെ അതെ. മഹാത്മാക്കളുടെ ഒരു പാരമ്പര്യത്തിൽ ഞാനൊരു കണ്ണി, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ തലമുറയ്ക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അതെൻ്റെ ഭാഗ്യം, ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണല്ലോ സാർ എവിടെ ഇരിക്കുന്നത് ഇപ്പോൾ? ഇഷ്ടമാണല്ലോ സാർ ഇപ്പോൾ ഇവിടെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഒരിക്കലും പിന്നെ ചെറിയ കുട്ടികളിൽ നിന്നും വലിയ ആൾക്കാരിൽ നിന്നും ഭാസ്കരൻ മാഷ പോലെ ബഹുമാനിക്കുന്ന ആൾക്കാർ തന്നെയാണ് തമ്പിച്ചേട്ടനെ പോലെയുള്ള ആൾക്കാരെ ഒരുപോലെ ഞാൻ സ്നേഹിക്കുന്നു. സാറിൻ്റെ ജീവിതയാത്രയിൽ ചില സമയത്ത് നമുക്ക് പലതും നഷ്ടമാവും, അല്ല പലതും നഷ്ടമാവും. തീർച്ചയായിട്ടും. അങ്ങനെ നഷ്ടമായ സമയത്ത് സാറിനെ ഒന്ന് ചേർത്ത് പിടിച്ചത് ആരായിരുന്നു നഷ്ടമായപ്പോൾ? എനിക്ക് ലോഹി പോയപ്പോൾ മുരളി എന്നെ ചേർത്ത് പിടിച്ചു. അങ്ങനെ എല്ലാവരും ഓരോരാളും പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക പാവങ്ങൾ. അപ്പോഴൊക്കെ ജയരാജനെ പോലെയുള്ള ആൾക്കാർ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ പുതിയ തലമുറ ഇവരെ പോലെയുള്ള ആൾക്കാർ എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും ഇഷ്ടമാണ്. ഒരാൾ പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് വല്ലാതെ അനിവാര്യമായിട്ടുള്ള സങ്കടമാണ്. പക്ഷേ പിന്നെയും നമുക്ക് ജീവിച്ചേ പറ്റൂ. ഇന്നിപ്പോൾ ഞാനൊരു ഇതിൽ കണ്ടൊരു റീലിൽ കണ്ടപ്പോൾ അതിലൊരാൾ പറയും 7 കോടി രൂപ ഏതൊരു പടം നഷ്ടമായി, എനിക്ക് ജീവിതം ഇല്ല, ഞാൻ മരിച്ചു പോകുന്നു, ഞാൻ ചുവട്ടിൽ കുറിച്ച് വെച്ചു, ജീവിതം ഇനി നീളട്ടെ, ജീവിതം നീണ്ടുപോകട്ടെ. ഒരിക്കലും ഒരു പരാജയം ഒരാളുടെ ജീവിതം നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ചുവട്ടിലെഴുതി. അതാണ് പരാജയങ്ങൾ നമ്മളെ ത്രസിപ്പിക്കുന്നതാണ്, മുമ്പോട്ട് പോകണം. ഇപ്പോൾ വികസനങ്ങൾ വിശ്വവിജയികൾക്ക് ഉല്ലാസമേകുന്ന മാറ്റുര കല്ലുകൾ എന്നാണ് മാറ്റി നോക്കുന്നത്. എത്രയുണ്ട് മാറ്റ്? വികസനങ്ങൾ വിശ്വവിജയികൾക്ക് ഉല്ലാസമേകുന്ന മാറ്റുര കല്ലുകൾ. നമ്മൾ പിന്നെയും ഉഷാറാണ്. എൻ്റെ പരാജയങ്ങളൊന്നും ഞാൻ എൻ്റെ വല്ലാതെ സങ്കടം ഞാൻ വരുത്താറില്ല. എനിക്ക് സങ്കടമുണ്ട്, പക്ഷേ അതിൽ തീർന്നു പോകാറില്ല. പിന്നെ എനിക്ക് മുമ്പോട്ട് പോകണം. ഇപ്പം തന്നെ ഞാൻ ഒരു ഭാഗം പരിപൂർണമായി തകരാറില്ല ഞാൻ. പക്ഷേ ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറില്ല. എനിക്ക് സംസാരിക്കുമ്പോൾ പോലും ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നത്ര ഈ പുതിയ ആൾക്കാരോട്, പുതിയ സമൂഹത്തോട് ചേർന്ന് പോകാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ഞാൻ ആരും കൈ പിടിക്കാതെയാണ് ഇവിടെ. അതാണ് ഞാൻ അങ്ങനെ ശ്രമിക്കും.
എങ്ങനെയെങ്കിലും ഒരാൾ ചാരി നിന്നിട്ട് നടക്കാറില്ലേ, ഒറ്റയ്ക്ക് നടക്കും. ആ ഒറ്റയ്ക്ക് നടപ്പാണ് കുട്ടികളോട് എനിക്ക് ഞാൻ പറയുന്നത്. ഈ പടത്തിൽ ഞാൻ കാണുന്നത് ഒറ്റയ്ക്ക് നടപ്പാണ്. മോൻ്റെ ഒരു ഒറ്റയ്ക്കുള്ള ഏക വഴിയാണ്. ഒരാളെ അനുകരിച്ചുകൊണ്ടുള്ള ഒരു സംഭവം ഞാനിത് കണ്ടില്ല. മ്യൂസിക്കിലും അതെ, സംവിധാനത്തിലും അതെ, അഭിനയത്തിലും അതെ. ഞാൻ കണ്ടിടത്തോളം ഒക്കെ ഒറ്റ തിരിഞ്ഞിട്ടുള്ള തനതായ വ്യക്തിത്വം എന്ന് പറയില്ലേ, അതാ സന്തോഷം എനിക്ക്. ആ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാം ഇപ്പം ഇരിക്കുന്നത്. വലിയൊരു ഭാഗ്യവാൻ തന്നെയാണ് അല്ലേ, ഇദ്ദേഹത്തിനെ പോലെ ഒരാളുടെ പാട്ടുകൾ മ്യൂസിക് ചെയ്യാൻ പറ്റുക. അത് ആദ്യം നിങ്ങൾ വരികൾ പറയുമ്പോൾ തന്നെ ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ഒരാൾ, അത് തിരുത്താൻ ഒരാൾ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബാല്യത്തെ മനോഹരമാക്കിയ വ്യക്തിത്വം തിരുമേനി. അല്ലെങ്കിൽ നമ്മളൊരു സംഗീതജ്ഞനാവണമെന്ന് ആഗ്രഹിച്ചതിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും വലുപ്പമുണ്ട്. പലതും തിരുമേനിയുടെയാണ് അറിയാതെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പോലും ഉണ്ടാവുമല്ലോ. ന്യൂമറസ് ആയിട്ട് അത്തരം സോങ്സ് ഉണ്ട്. ഇദ്ദേഹമാണ് എഴുതിയെന്ന് പോലും ചിലപ്പോൾ അറിയാതെ പാട്ട് മൂളിയിട്ടും പാടിയിട്ടും നമ്മൾ നടന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പാട്ട്. അപ്പോൾ ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് വന്ന നമുക്ക് എല്ലാവർക്കും അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് തിരുമേനിയുടെ കൂടെ വർക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ഞാൻ വളരെയധികം പേടിച്ചിട്ടൊക്കെയാണ് തിരുമേനി വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ തിരുമേനി റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമ്മളത് പേടിയൊക്കെ അങ്ങോട്ട് താഴോട്ട് നമ്മുടെ ബി പി ഒക്കെ നോർമലാവും. ഞാൻ അവരുടെ കൂടെ നിൽക്കും. ഞാൻ വെറുതെ ഒരു വോയിസ് നോട്ട് അയക്കാൻ പേടിയാ. അപ്പൊ ഞാനത് തിരുമേനി എന്ത് ചെയ്യും, വീഡിയോ കോൾ ചെയ്യും. നമ്മൾ അങ്ങോട്ട് വോയിസ് നോട്ട് അടിക്കാൻ പേടിച്ചിരിക്കുമ്പോൾ തിരുമേനി വീഡിയോ കോൾ ചെയ്തിട്ട് എന്തെല്ലാം ആണോ റിക്വയർമെന്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, ഞാൻ എൻ്റെ ഏറ്റവും ഇന്നോമൽ നിധിയല്ലേ എന്ന് പറഞ്ഞ എൻ്റെ പാട്ട് കാവലിലെ സോങ്, ആ പാട്ട് എൻ്റെ മനസ്സിൽ BK ഹരിനാരായണനാണ് എഴുതിയത്. പക്ഷെ അതിനെ തിരുമേനിയെ കൊണ്ട് എഴുതിപ്പിക്കാൻ ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചിരുന്ന ഒരു പാട്ടാണ്. പക്ഷെ അന്ന് ചില കാരണങ്ങൾ കൊണ്ട് അത് ഹരിയേട്ടനും അറിയാം. അപ്പോൾ ആ സമയത്ത് അതെ ഹരിയോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ തിരുമേനി ഇവിടെ വർക്ക് ചെയ്യാൻ അന്ന് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇനി ഏത് പാട്ട് എനിക്ക് തിരുമേനി എഴുതുമ്പോൾ അത്രയും എനിക്കും തൃപ്തിയുള്ള, അദ്ദേഹത്തിന് ശരിക്കും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നൊരു പാട്ടായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ഒത്തിണങ്ങിയിട്ട് ഈ സിനിമയിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഇതിലെ പാട്ട് എനിക്ക് ഞാനല്ല കമ്പോസ് ചെയ്തെങ്കിൽ അത് പാട്ട് കേൾക്കും പറയാം ഇത് കൈതപ്പുറം തിരുമേനി എഴുതിയ പാട്ടാണ്. അത് തിരുമേനിയുടേതായ എല്ലാ എസെൻസും എനിക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിച്ചൊരു പാട്ടും കൂടെയാണ്. അപ്പോൾ അതിലെനിക്ക് വലിയ അഭിമാനവും സന്തോഷവും തിരുമേനിയോട് വലിയൊരു ആദരവും ഒക്കെയാണ്. ഇല്ല, ഞാൻ ചെയ്യുന്നത് ഒരു കർമ്മം, അത് അതിനോട് ചേരുക, സ്തുതി ചേരുക എന്നുള്ളത്. അതാണ് എൻ്റെ ഏറ്റവും നല്ല വാക്ക്. വിഷ്ണു തിരുമേനി എഴുതിയ വരികൾ അഭിനയിച്ചിട്ടില്ലേ? ഞാൻ ആദ്യം എഴുതിയ സിനിമ ഉണ്ട്, ഞാനും ബിബിനും. ഞാൻ ബ്രന്തോണിക്ക് വേണ്ടിയിട്ട് ആദ്യം ദീപക്കേട്ടനായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അതിനുവേണ്ടി പാട്ട് എഴുതാൻ തിരുമേനി വന്നിരുന്നു. പാട്ട് എഴുതി, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. തിരുമേനിയുടെ ജോലി കഴിഞ്ഞായിരുന്നു, പക്ഷെ ദീപക്കേട്ടന് പടം മൊത്തം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഷോയ്ക്ക് പോകേണ്ടി വന്നു US. നമുക്കപ്പോൾ പെട്ടെന്ന് ഡേറ്റ് ആവുകയും ചെയ്ത് ലാസ്റ്റ് ദീപക്കേട്ടന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പടത്തിലെ പാട്ട് നാദിഷക്ക് തന്നെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ആ പാട്ട് വേറെ സിനിമയിൽ ഉപയോഗിച്ചെന്ന് തോന്നുന്നു ദീപക്കേട്ടൻ. ദീപകിന്റെ ഫസ്റ്റ് പടം ഞാനാണ്. പനിമതിയെ പുണരും, ഞാൻ ഇപ്പൊ കാറിൽ വരുമ്പോഴും പനിമതിയെ പുണരും കേട്ടിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഒരുപാട് ഫസ്റ്റ് പടം സിംഫണി, സിംഫണി, ക്രോണിക് ബാച്ചിലർ, സിംഫണി ഞാനാണ്. ഒരുപാട് പടങ്ങൾ പുതിയ ആൾക്കാരുടെ കൂടെ ഇപ്പം പുള്ളിക്കൊന്നും ഒരു വിഷമം തോന്നിയിട്ടില്ല. കൂടെ ചെയ്യുമ്പോഴൊക്കെ പടപടാന്ന് പാട്ടുകൾ ചെയ്തതാണ്. കൺഫ്യൂച്ചറിലൊക്കെ നല്ല പാട്ടുകൾ. അത് പിന്നെ തിരുമേനി എഴുതിയ വരികൾക്ക് ഇതുവരെ സിനിമയിൽ വന്നിട്ടില്ല അല്ലേ? ഇപ്പോൾ വന്നു. അന്ന് തുടങ്ങിയാണ് നമ്മുടെ ആദ്യ സിനിമ, ആദ്യം നമ്മുടെ സ്വപ്ന പദ്ധതി തുടങ്ങിയത് ഇവിടെ എത്തി. അതും ഒരു ഭാഗ്യമാണല്ലോ. തീർച്ചയായിട്ടും എല്ലാത്തിനും അതിന്റെ സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ അതേ ഈ സിനിമയിൽ എത്തി. എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ആദ്യ സിനിമ ജോസഫും നിത്യഹര നായകനും രണ്ടും ഒരു ദിവസം റിലീസായ സിനിമയാണ്. നവംബർ. അതെ, അത് രണ്ടും ഒരു ദിവസമാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അഡ്വാൻസ് തന്ന ഒരു സിനിമ സംഗീത സംവിധായകനാക്കിയത് വിഷ്ണുവിന്റെ സിനിമ നിത്യഹര നായകൻ. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള നായകൻ വിഷ്ണുവാണ്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ പടങ്ങൾ വിഷ്ണുവിന്റെ കൂടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ കൈനീട്ടം എവിടെ തിരുമേനി എഴുതിയ വിഷ്ണുവിന്റെ ആദ്യ പടമാണെന്ന് പറഞ്ഞില്ല തിരുമേനി എഴുതി. അപ്പൊ എന്റെയും തിരുമേനി എഴുതിയ ആദ്യ സിനിമയാണ്. അതും ഞങ്ങളുടെ സിനിമ ആയതിലൊരു പ്രത്യേകത ഇങ്ങോട്ട് റൂട്ടെല്ലാം എത്തിച്ച താങ്കൾക്കാട്ടോ. താങ്ക് യു. ഓ, അവിടെ വരുമ്പോ ചീരാൻ ചോട്ടം എന്റെ വീട്ടിലാണ്.
അങ്ങനെയാണ്. എല്ലാവർക്കും വിഷ്ണു തീർച്ചയായിട്ടും അനുഗ്രഹം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കും. അത് വിഷ്ണു എനിക്കിട്ടൊരു പണിയാണല്ലോ. ഞാൻ എവിടെ വെച്ച് കണ്ടാലും അടുത്ത് പോകുന്ന ഒരാളാണ് ഞങ്ങൾ. എവിടെ വെച്ച് കണ്ടാലും ഞാൻ വാഹനത്തിലേക്ക് കയറാൻ വേണ്ടി ഓടിപ്പോയി കാണുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇവരെല്ലാം ഒന്നിപ്പിച്ചെടുത്ത താങ്കളാണ് കേട്ടോ. ഇവരെല്ലാം സ്വപ്നമായിരുന്നു തിരുമേനിയുടെ കൂടെ ഒന്ന് വേണമെന്നുള്ളത്. പക്ഷെ അത് താങ്കളായിട്ടൊരു വഴി ഒരുക്കി എന്ന് പറയുമ്പോൾ ഡയറക്ടർ ഒരു ബിഗ് സല്യൂട്ടാണ്. കുടുംബമായിട്ട് എനിക്ക് ബന്ധമാണ്. കുടുംബമായിട്ട് ഇതിൻ്റെ അച്ഛൻ എൻ്റെ വളരെ അടുത്ത ആളാണ്. ഞങ്ങൾ 10-12 കൊല്ലമായിട്ട് എനിക്ക് പരിചയം. പരമ്പരയായിട്ട് വിനീഷ് ജോത്സ്യം. ഈ തിരുമേനി തന്നെ വേണമെന്നുള്ള ഒരു ആദ്യം ഒരു തീരുമാനമല്ലായിരുന്നോ? ആദ്യം അതായത് ഈ പറഞ്ഞ പോലെ ഈ വെള്ളാരപ്പൂമലേന്റെ ഒരു മൂഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിപ്പോ തിരുമേനിയുടെ തന്നെയല്ലേ പോകേണ്ടത്. അതെ. പിന്നെ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, പുള്ളി ചെയ്തു തരൂ, നമ്മൾ പുതിയ ആൾക്കാരാണ്, അപ്പോൾ അത് എത്രത്തോളം. പക്ഷെ അവിടെ പോയപ്പം ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ ഒരാളായിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു അകലം തോന്നിയില്ല. വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളെ പോലെയാണ് പുള്ളി. എത്രയോ പ്രാവശ്യം തിരുത്തുണ്ടായിരുന്നു. അതൊന്നും പുള്ളി യാതൊരു ബുദ്ധിമുട്ടും പറയാതെ തിരുമേനി അതെല്ലാം ചെയ്തത്. അല്ല, അതൊക്കെ ഇപ്പം ഉള്ളവരൊന്ന് കണ്ടുപഠിക്കേണ്ട കൂടെയാണ് തിരുമേനിയുടെ. ഞാൻ എന്നെ കാണാനായിട്ട് ഒരു പുതിയ ലിറിസിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാനുള്ള സ്പേസ് ഉണ്ടോ എന്ന് അറിയാനൊക്കെ ആയിട്ട്. അപ്പോൾ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ അവൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അകത്ത് ഈ പാട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാനായിട്ട് എൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറ്റിയപ്പോൾ ചോദിച്ചു, ചേട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പാട്ട് തിരുമേനി എഴുതിയതാണോ എന്ന് ചോദിച്ചു എന്നെ കൊണ്ട്. അപ്പോൾ അവൻ ഏതോ വാക്ക് കേട്ടിട്ട് പരുന്തിൻ്റെ മിഴിയുമായി എന്ന് കേട്ടപ്പോഴാണ് അവനെ സ്ട്രൈക്ക് ചെയ്തത്. അത് ഉറപ്പായിട്ട് വേറെ ആരും അത് എഴുതില്ല. പിന്നെ അതിലൊരു കഥയുണ്ടായിരുന്നു ആ പാട്ടിൽ. അതുകൊണ്ട് എനിക്ക് തോന്നി തിരുമേനിയുടെ എല്ലാ പാട്ടിലും ഒരു സിനിമ പോലെ തന്നെ ഒരു പാട്ടിലൊരു കഥയുണ്ടാവുമല്ലോ എന്ന് പറയാം. ഈ സിനിമ അഭിനയം നല്ല സുഖമാണോ? അഭിനയിക്കണ നല്ല സുഖമല്ലേ? അല്ല, നേരത്തെ നല്ല സുഖമല്ലായിരുന്നോ? ഒത്തിരി റിസ്ക് ഒന്നും ഇല്ലായിരുന്നല്ലോ. എഴുതുന്ന പോലെ ഒന്നുമില്ല. ഉമ്മ പോയി അഭിനയിച്ചിട്ട് പോയി പൈസ പിടിച്ച് പോവല്ലായിരുന്നു തിരുമേനി. നല്ല സുഖമായിരുന്നു അല്ലേ? പിന്നെ എനിക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം സന്തോഷിച്ച് ചെയ്യും. സന്തോഷം കുറവുള്ള സംഭവം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. ഈ അഭിനയിച്ച സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുമേനിക്ക് സ്വന്തം ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? എൻ്റെ ഇഷ്ടം നോക്കിയിട്ടേ ഇല്ല. എല്ലാം സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മറ്റേ ഹിസൈൻസ് അബ്ദുള്ളയാണ് എല്ലാവർക്കും ഇഷ്ടം. അതിൽ പലരും ഞാൻ ലാലിൻ്റെ വില്ലനാണെന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരിക്കലുമല്ല. സംഗീതത്തിന് ഈ വില്ലനില്ല അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതും ഞാൻ തന്നെ പറഞ്ഞത്. അവസാനം അല്ലേ, ആ പുഴകളെല്ലാം ചേരുന്നത് ഒരേ സമുദ്രത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അറിയില്ലേ ആ പാട്ടിന്റെ രണ്ട് ലൈൻ തിരുമേനിക്ക് വേണ്ടി? തിരുമേനിയും കൂടും. അല്ല, തിരുമേനിയും കൂടും. തിരുമേനിയുടെ മനസ്സിലായിട്ട് അല്ല, 2 ലൈൻ തിരുമേനി. അല്ല, തിരുമേനിക്ക് വേണ്ടി 2 ലൈൻ പാടിക്കൊടുത്തേ. ദേവാങ്കണങ്ങൾ പാടും തിരുമേനിയുടെ. ഞാൻ ഏറ്റവും കൂടുതൽ ചെറുപ്പം തൊട്ട് പാടിയുള്ള പാട്ട് ദേവാങ്കണങ്ങളാണ്. ഓക്കെ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനായി ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമായി. നല്ല പാട്ട് തന്നെ. എല്ലാവർക്കും അങ്ങനെ ഒരു മ്യൂസിക് ചിലപ്പോൾ പാടാൻ ചിലപ്പോൾ കഴിവുണ്ടാവണമെന്നില്ല. അല്ല തിരുമേനി അങ്ങനെയല്ലേ? ചിലർക്ക് കീബോർഡ് വായിക്കുന്നുണ്ടോ, പാടാൻ പറ്റുന്നത്. എൻ്റെ ഇൻസ്ട്രുമെന്റ് ശബ്ദം തന്നെയാണ് ഞാൻ. അതെ, അതാണ് നല്ലത്. പാടിക്കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. തിരുമേനിയുടെ മുമ്പിൽ ഇതിനു മുമ്പ് പാടിയിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന്? ഇല്ലില്ല, ആദ്യമായിട്ടാണ്. അതും എനിക്കൊരു കിടിലൻ മൊമെന്റ് ആയിരുന്നു എന്തായാലും. അതെനിക്ക് എനിക്ക് ഓർമ്മ പപ്പേട്ടനും ജോൺസണും ഒക്കെയാണ് ആ സമയത്ത്. ഈ പാട്ട് എഴുതി കഴിയുമ്പോഴാണ് എന്നെ താഴത്ത് ഭരതനുണ്ടായിരുന്നു എന്നെ വെയിറ്റ് ചെയ്യാൻ. അടുത്ത പടം അമരമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നേരെ അമരത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ആ കാലം എന്ന് പറയുന്നത് വലിയൊരു ഭയങ്കര കാലം. ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിരുന്നത് എവിടെ ഇരുന്നായിരുന്നു? വീട്ടിലാണോ ഹോട്ടലുകളാണോ? ഹോട്ടലിലും ആണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഹോട്ടൽ ഏതായിരുന്നു വരികൾ എഴുതുമ്പോൾ?
അന്ന് ന്യൂ വുഡ്ലൻഡ്സിലാണ്. പല പാട്ടുകളും വളരെ പാട്ട് എഴുതിയിട്ടുള്ള ആ റൂമിലായിരുന്നു ഞാൻ എഴുതി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കൂടുതൽ പവറിൻ്റെ ഉണ്ടാവുക. പല പാട്ടുകൾ വയലാർ എഴുതി അതേ റൂമിൽ. ആ റൂമിൽ നമ്മൾ പോയി എടുത്തിട്ട് കാര്യമില്ല. എന്റെ വിഷു നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ട് കാര്യമില്ല എന്നല്ല എന്നെയല്ല ഉദ്ദേശിച്ചത്. എനിക്ക് അല്ല, അവിടെ ഇരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് എഴുതിയിട്ടുണ്ട് ഞാനവിടെ. പിന്നെ അന്ന് രസമായിട്ട് സംഭവിച്ചാൽ കമലിൻ്റെ പാവൻ രാജകുമാരൻ, അതിന് ആദ്യം ട്യൂണിട്ടിട്ട് ഈ ജോൺസൺ ഒരു ഡമ്മി വാക്ക് എഴുതി, സിന്ദൂരപ്പൂവ് സിന്ദൂരപ്പൂവ് എന്നിട്ട്. പിന്നെ എനിക്കതിൽ മാറാനേ പറ്റില്ല. അത് മാറിയിട്ട് വേറെ സാധനം വരണ്ടേ. എന്നിട്ട് കണ്ണാടിക്കയിൽ നാക്കി ഞാൻ. അത്ര വ്യത്യാസം കാണണം. അപ്പോഴേ എനിക്ക് സമാധാനമായിട്ട്. ഓർമ്മയില്ലേ? കാക്കത്തിക്കിളി. അത് ചിലത് ഭയങ്കര ടെൻഷനായിരിക്കും. അന്ന് തൊട്ടടുത്ത് റൂമിൽ അമ്പിയണ്ണെന്ന എഡിറ്റർ ഉണ്ടായിരുന്നു. എഡിറ്റർ അത് നമ്മുടെ ഇവരുടെ ആരുടെ എഡിറ്റിങ്ങിന് വന്നതാണ് പുള്ളി. അപ്പോൾ ഞാനിങ്ങനെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ പുറത്തെ വരാന്തയിൽ നടക്കുകയും വളരെ ലേറ്റായി, ഇപ്പോൾ 1 മണിക്കായി. അപ്പോൾ അമ്പിയണ്ണം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്ന് ഞാനാണ് അപ്പുറത്ത് പുള്ളിക്കാരൻ. ഞാനിങ്ങനെ നടക്കുമ്പോൾ തിരുവനന്തപുരം എന്ത് പറ്റി? ഞാൻ പറഞ്ഞ് ഈ പണി നിർത്തുന്നത് നല്ലത്, എനിക്ക് ഒന്നും വരുന്നില്ല പാട്ട്, ഞാൻ രാവിലെ പോവും അമ്പെണ്ണ. നിങ്ങൾ ഇരിക്കുന്നത് വയലാറിൻ്റെ റൂമാണ് ഞാനോട് അപ്പോഴാണ് പറഞ്ഞത്. പുള്ളി എഴുതിയ സ്ഥലമാണ്, നിങ്ങൾ കിടന്നുറങ്ങിക്കോ, രാവിലെ ആകുമ്പോൾ വരും. പറഞ്ഞ പോലെ രാവിലെ ആകുമ്പോൾ 4 മണിക്കാകുമ്പോൾ ഞാൻ എഴുതി കണ്ണാടി കയ്യിൽ നിന്ന് എഴുതി. അപ്പോഴാണ് സാവധാനം വന്നത്. അങ്ങനെ ചിലപ്പോൾ വരാറുണ്ട്, ഈ ബ്രേക്ക് വരുമല്ലോ ചിലപ്പോൾ. പക്ഷേ അതൊന്നും ഞാൻ നോക്കാം, ഓക്കെ പിന്നെയും പോകും. ഈ കുറച്ച് നമ്മൾ സുഖമില്ലാതെ കിടന്നപ്പം എഴുതാൻ പറ്റുന്നില്ല. പിന്നീടുള്ള തിരിച്ചുവരവിലേക്ക് കുറച്ച് സമയമെടുത്തു. ആ സമയങ്ങളിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സമയത്ത് എന്തായിരുന്നു ആലോചിച്ചിരുന്നത്? ആ സമയത്ത് നെഗറ്റീവ് ആയിരിക്കും പലപ്പോഴും വരുന്നത് മനസ്സിൽ. പക്ഷേ ഞാൻ തിരിച്ച് ഇതിലേക്ക് പോകും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും എനിക്ക് എന്തെങ്കിലും കിട്ടണം. ഞാൻ എത്രയോ കാലം ശാന്തി കഴിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഒരിക്കലും ഞാൻ ഇപ്പം മൂകാംബി പോയപ്പോഴും ഞാൻ എനിക്കെന്തെങ്കിലും കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. എൻ്റെ മനസ്സ് ശുദ്ധമാവണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചു. എല്ലാ ദൈവങ്ങളടുത്തും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മനസ്സ് ശുദ്ധമാവണമെന്ന് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സ് ശുദ്ധമായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തൊക്കെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നതാണ്. മനസ്സാണ് ഏറ്റവും വലിയ യന്ത്രം, അതാണ് നേരെയാവേണ്ടത്. എഴുതിയ പാട്ടുകളിൽ തിരുമേനിക്ക് ദുഃഖം വരുമ്പോൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് ഏതാ? എഴുതിയ പാട്ടുകളിൽ തിരുമേനിക്ക് നമുക്കൊക്കെ സങ്കടം, ഞാനൊക്കെ കേൾക്കുന്നുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ തിരുമേനി എഴുതിയ പാട്ടിൽ ഇഷ്ടം ഏതായിരിക്കും കേൾക്കാൻ ദുഃഖം വരുമ്പോൾ? പലത് പറയാതെ അറിയാതെ, അത് എനിക്കിഷ്ടമാണ്. അതുപോലെ പിന്നെ എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, അതൊക്കെ എനിക്കിഷ്ടമാണ്. അതുപോലെ അങ്ങനെ എത്രയോ പാട്ടുകളുണ്ട്, അതൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടം. അതെ, ഒരുപാട്. പിന്നെ ഒരുപാട് അതൊക്കെ ആ സമയത്ത് വന്നതാണ്. അതുപോലെ പ്രതീക്ഷിക്കാത്ത സാധനമുണ്ട്, നീ കാണുമോ, ഭയങ്കരമാണ്. പാടിയവനെ തേങ്ങുമെന്നുൾക്കടൽ സഖി നീ അറിയുമോ വിങ്ങുമീഗഗതം. കിടിലം പാട്ടത്. അത് എതിലായിരുന്നു? അത് ഇരട്ടക്കുട്ടികളുടെ വെറുതെ എന്നാലും നീ വെറുതെ എന്നാലും ഓർമ്മ വന്നെൻ മിഴി നിറഞ്ഞു മിണ്ടുവാൻ കൊതിയുമായി കരൾ പിടഞ്ഞു. കുറച്ച് ടഫാണ് ഭയങ്കര. ഞാൻ പാൽനിലാവിൻ പൊയ്കയിൽ എന്ന് പറഞ്ഞ പാട്ട് ചെയ്തപ്പോൾ സിത്താരിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ട്, എൻ്റെ പാട്ട് കാണേല്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു സിങ്കപ്പേഷൻ, പാൽ
നിലാവിൻ അത് നോർമലി വരുന്ന ഒരു റൂട്ടല്ല. അപ്പൊ കുറെ പേര് ഈ കമന്റ്സിൽ പറഞ്ഞു ഇത് നീ കാണുമോ എന്ന് പറഞ്ഞ പാട്ടിന്റെ ഒരു സിങ്കപ്പേഷൻ ആയിട്ട് കണക്റ്റഡ് ആണെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമൊക്കെ തോന്നിയത്. കാരണം ഇത്തരം പാട്ടുകളെ സ്നേഹിക്കുന്നത് കൊണ്ട് അറിയാതെ സംഭവിക്കുന്ന എനിക്ക് ഭയങ്കര ഒരു കമ്പോസിങ് സ്റ്റൈലാണ് അത്. ശരിക്കും എഴുതാൻ ബുദ്ധിമുട്ടാണ്. എക്സാക്ട്ലി അതെ. ഭയങ്കര ബുദ്ധിമുട്ടത്. പക്ഷെ അങ്ങനെ എന്നിട്ട് ഒരു വിഷയം തുടങ്ങിയിട്ട് അതിനെ കണ്ടിന്യൂ ചെയ്യണ്ടേ, അങ്ങനെ വന്നത്. അതാണ് വിനായക് ശശികുമാറാണ് ആ പാട്ട് എഴുതിയത്. അപ്പൊ വിനായകൻ പറഞ്ഞു ചേട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പാൽ നിലാവിൻ പൊയ്കയിൽ പാൽ, അതാണ് ഇപ്പൊ നീ കാണുമോ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫ്രേസിംഗ് ആണ്. ഫ്രേസാണ്. പക്ഷെ ഈ ഉൾക്കടലും ഗദ്ഗതവും ഒക്കെ വന്നപ്പോ അതിന് വേറെ എന്തോ ഫീലായി അല്ലേ. ഞാൻ ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കേൾത്ത് കരയുന്ന പാട്ടാണ് തിരുമേനി. നീ ഏതാണ് ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ പാടിയ പാട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന പാട്ടാണ്. ഉള്ളത്തെ ഫ്രസ്ട്രേഷൻസും ടെൻഷൻസും എല്ലാം ബേസ്റ്റ് ഔട്ട് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഉറക്കെ കരയും ഈ പാട്ട് വെച്ചിട്ട്. ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ അതെ, അന്ന് കേൾക്കും. 2 വേർഷൻസ് ഉണ്ട്, ചിത്രേശ്വരി ഉണ്ട്, പാട്ട് ദാസേട്ടൻ്റെ എനിക്ക് ഉണ്ട്. നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇന്ന് പോയി ഇടിച്ച് ഇന്ന് പോയിരുന്ന് കരയാനാണോ? അല്ല ഭയങ്കര ഫീലാണ്. അതുപോലെ ഞാൻ എൻ്റെ പ്രണയത്തിന് ഞാൻ ഓർക്കുക, അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റിയത്. അത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല പ്രശ്നങ്ങളും സങ്കടങ്ങളും, അവിടെയൊക്കെ ഞാൻ എഴുതി തീർത്തതാണ്. ഭാര്യയ്ക്ക് പാടിക്കൊടുക്കാറുള്ള പാട്ട് ഏതാ? ഓ ഭാര്യയ്ക്ക് പാടിക്കൊടുക്കാറുള്ള പാട്ട് ഓ ഏത് പാട്ടായിരുന്നു ഏറ്റവും ഇഷ്ടം പ്രണയത്തിന്റെ? നാണം വരുന്നത് എന്താണ്? അത് അന്നത്തെ പാടല്ലേ. അല്ല എങ്കിലും ഒരു ലൈൻ പാടുക. വേണ്ട, അതിങ്ങനെ പറഞ്ഞാൽ ആ വേറെ റൂട്ടിലേക്ക് പോകും. കാരണം അത് വേദനിക്കുന്ന അല്ല, അതിന്റെ ഏറ്റവും വലിയ വിഷയം അത് പറയുമ്പോൾ തിരുമേനിയുടെ മുഖഭാവവും അതാണ് തിരുമേനി. അത് ഞാൻ ആ കാലഘട്ടം ഇപ്പോഴും ഉള്ള പിള്ളേരെ കൂടെ ഇങ്ങനെ പോകാൻ മുഖത്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചാട്ടോ. ഞാൻ അനുഭവിച്ചതൊന്നും ഇവരെ അനുഭവിച്ചിട്ടില്ല. സങ്കടമായാലും സന്തോഷമായാലും അതൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല, ഇപ്പോഴും ആയിട്ടില്ല. ഇനി വരാൻ ഇരിക്കുന്നില്ല, ഇനിയും ഇരിക്കുവാണ്. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ച അവസാനം, മഞ്ജു ഭയങ്കര അലമ്പുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്ന് നിർത്തുന്നു പറയാൻ. മഞ്ജുവിന്റെ ക്യാമറ എന്ന് വെച്ചാൽ ഇരിക്കണമൊക്കെ. തിരുമേനി ഇപ്പം നമ്മൾ ആ സങ്കടത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാറുണ്ട്. തിരുമേനി വണ്ടിയിലാണ് യാത്ര കൂടുതലും ചെയ്യുന്നത്. ആ യാത്ര ചെയ്യുമ്പോൾ തിരുമേനി പല പാട്ടുകളും കേൾക്കും, യാത്രകൾ കേൾക്കും. ചിലപ്പം തിരുമേനിയുടെ പാട്ടുകളായിരിക്കില്ല ഇപ്പോഴത്തെ. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തിരുമേനിയുടെ മനസ്സിൽ പല അഭിപ്രായങ്ങൾ വരില്ലേ, പല വരികൾ കേൾക്കുമ്പോൾ. അങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പാട്ടുകളെ കുറിച്ച് തിരുമേനിയുടെ അഭിപ്രായം എന്താണ്? മോനെ, ഞാനത് ആ രീതി കേൾക്കാറില്ല. ഇത് ഞാൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കുന്നല്ലേ, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതാണ് ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പാട്ടിനും ഞാൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കും എന്നേ എനിക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അവർ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. അത് അവരുടെ റൂട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ മക്കളെ നിന്ന് ഞാൻ കുറ്റം പറയാറില്ല. എവിടെയും കേട്ടിട്ടുണ്ടോ? ഇല്ല ഒരിക്കലും പറയാം. തിരുമേനിക്ക് ചെയ്യാൻ വേണ്ടി ഒരു പാട്ട് കൊണ്ടെത്തന്നു, ഒരാൾ കൊണ്ടെത്തന്നു, ഒരു സങ്കല്പമായിരിക്കും. അത് തിരുമേനിക്ക് ചെയ്യാൻ പറ്റാതെ പോയി, അത് തിരക്ക് കാരണം ചെയ്യാൻ പറ്റാതെ വേറെ ആൾ ചെയ്തു. അങ്ങനെ പറ്റിയ ഒരു സിറ്റുവേഷൻ ഉണ്ടോ തിരുമേനിക്ക്? ഇല്ല, അങ്ങനെ പറ്റിയ സിറ്റുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ അവിടുന്ന് ഞങ്ങൾക്ക് കരകയറും. അത് വേറെ ആൾ എഴുതിയിട്ടൊന്നുമില്ല, ഒരിക്കലും എഴുതില്ല. ഇല്ല, എനിക്ക് തന്നെ കിട്ടും. ഞാൻ തന്നെ എന്നെ ഏൽപ്പിച്ചതല്ലേ, ആ ചോറ എൻ്റെതാണെന്ന് ഞാൻ ഏൽപ്പിക്കും, ഉറപ്പിക്കും. സന്തോഷം വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട്? സങ്കടത്തിന് സന്തോഷം വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട്? സന്തോഷം വരുമ്പോഴും നമ്മൾ സങ്കടപ്പാട്ടാണ്. അപ്പോഴും അതാണ്. ഇവർ രണ്ടുപേരും ഒരേ ഇതിൽ വന്നു. വിഷ്ണു എങ്ങനെയാ സന്തോഷം സങ്കടം വരുമ്പോൾ ഒരേ പാട്ടാണ് കേൾക്കണത്? ഇല്ല, അങ്ങനെയില്ല. അതിന് പാട്ട് കേട്ട് കളയാമെന്ന് വിചാരിക്കൂല. കേട്ട് പോകുന്നതാണ് അല്ലേ, യാദൃശ്യമായിട്ട് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്നതാണോ? അതിന് വേണ്ടിയിരിക്കുന്നതായിരിക്കില്ല. നിങ്ങൾ എനിക്ക് എല്ലാ സ്ഥലത്തും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് വികാരം നോക്കിയാണ്. എന്തോ ഒരു ഭയങ്കര മൂടായിരുന്നു ഭരതൻ്റെ. പിന്നെ ഞാൻ എൻ്റെതല്ല കേൾക്കുന്നത്, പലതും മറ്റുള്ളവരുടെ പാട്ടുകളാണ് കേൾക്കുന്നത്. അത് നോക്കാറില്ല, എൻ്റെ പാട്ടുകൾ നോക്കാറില്ല. അതിരിക്കട്ടെ, ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കരയുന്ന കൂടെ ചിരിക്കുന്നു, എത്രയോ പാട്ടുണ്ടല്ലോ. എന്തായാലും ഒത്തിരി സന്തോഷം. നമുക്ക് സംസാരിക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനോ അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കാനാണ് പടത്തിലേക്ക് തിരിച്ചു തരാം. നമുക്ക് ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് എവിടെ ഇതെല്ലാം പടമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത്? അല്ല, ഇതൊക്കെ നമ്മുടെ പടമായിട്ട് ബന്ധപ്പെട്ടതാണ് തീർച്ചയായിട്ടും. എല്ലാ കാര്യത്തിലും. ഇയാളുടെ ആ മൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ കാണുമോ, അങ്ങനെ ഞാൻ ആലോചിക്കാറുണ്ട്. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. അയ്യോ, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. അതെ, ഭയങ്കര പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജോൺസണോട് രാവിലെ 3-4 മണിക്കൊക്കെ ഇരുന്ന് കേട്ട്. അതെ, ശരിയാ. ഞാനത് പാടും. ഭയങ്കര സങ്കടമാവും കേട്ടെ.
അപ്പം അതൊക്കെ ഞാനൊന്ന് കേട്ടു നോക്കട്ടെ തിരുമേനി. കേൾക്കണം. അതിലേക്ക് ട്രിപ്പ് വല്ലാത്തൊരു ഫീലാണ്. വല്ലാത്ത ഫീലുള്ള പാട്ട്. ഞാനൊക്കെ വളരെ മലയാളത്തിൽ അണ്ടർറേറ്റഡ്, വൺ ഓഫ് ദി അണ്ടർറേറ്റഡ് സോങ്സ് ആണ് നീ കാണുന്നു. അതായത് എത്തേണ്ട സ്ഥലത്തേക്ക് ആ പാട്ട് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ ഇന്നും എത്തിയിട്ടില്ല. വിശ്വസിക്കുന്നത്. ശരി. ഓ, എന്തായാലും തിരുമേനിയുടെ യാത്ര ഇനിയും കുട്ടികളുടെ കൂടെ ഈ ബാല്യത്തിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. നമുക്ക് പ്രായമായ ഒന്ന് നമ്മളെപ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് മുഖം നോക്കാതെ കയ്യിൽ അതിൽ ഞാൻ പോയിട്ടില്ല. എനിക്ക് ആ തിരുമേനിയുടെ പാതയില ഇനി കൈക്കത്രയൊന്നും വിലക്കുറവില്ലാന്ന് തോന്നുന്നു. ഒട്ടുമില്ല. അതെ, അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കുന്നു. നമ്മൾ ഗംഭീരമായിട്ട് യാത്ര തുടങ്ങണം. വിഷ്ണു അത് എന്നും ശ്രദ്ധിക്കണം രാവിലെ. വിഷ്ണു നമ്മുടെ ശക്തിയാണ്. ഒത്തിരി സന്തോഷം. നമുക്ക് സിനിമയിലേക്ക് പോകാൻ പറ്റിയായിരുന്നോ? വിഷ്ണു ഡയറക്ടറെ കേൾക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ പോയിക്കോളൂ ഈ സിനിമയില് മറ്റു ആർട്ടിസ്റ്റുകളുടെ പേരും. വിഷ്ണുവാണ് അതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ. പിന്നെ നമുക്ക് വിജിലേഷ് ഉണ്ട്, സാജു ചേട്ടുണ്ട്, സാജു നവോദയ, പിന്നെ മറീന, അഞ്ജലി നായർ, ഇപ്പം ഇലക്ഷൻ നിൽക്കുന്നവർ. ഇപ്പം MLA ആകാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടാണ്. MLA ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അഞ്ജലി ഇപ്പൊ ഭയങ്കര വൈറലാണ്. ഞാൻ MLA ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ അഞ്ജലി നായർ. പിന്നെ അഞ്ജലിയുടെ മകളുണ്ട്, ആവണിയുണ്ടല്ലോ, സഞ്ജു ശിവറാം, ശ്രീപദ്, ബിനു തൃക്കാക്കര, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു വലിയ സ്വപ്നമാണ് അല്ലേ? കുറെ നാളുകൾക്ക് ശേഷം വലിയ സ്വപ്നങ്ങളിൽ ഒരു ചെറിയ സ്വപ്നം, അത്രേ ഉള്ളൂ. ഇതിലും വലുതാ കാണാൻ. ഇതിലും വലുതുകളൊക്കെ ഉണ്ട്. ഇതിലും വലുതിലേക്കാണ് പോകുന്നത്. ആ ചെറിയ സ്വപ്നം വലുതാകുകയാണ്. അതെ. പക്ഷെ ഇപ്പൊ തിയേറ്ററുകളെല്ലാം നല്ല പടങ്ങൾ, നല്ല വിജയിക്കുന്ന കാലഘട്ടം അല്ലേ? നമ്മൾ എടുത്തു നോക്കി ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമയിലും നല്ല വിജയവും എത്തുന്ന സമയത്താണ് നമ്മൾ മെയിൽ ഈ സിനിമ കൊണ്ട് കൊടുക്കുന്നത്. പ്രഷർ ഏറ്റെടുക്കേണ്ട സിനിമയാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഇന്നത്തെ 2 ദിവസം ഇന്നത്തെ ഇന്റർവ്യൂസ് തന്നെ സാറ് നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഈ പ്രഷർക്ക് ഈ സിനിമ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് വേറെയും വരും. സാർ അത്രയും ഇപ്പൊ തന്നെ ഞാൻ റിഗോയിലേക്ക് പോകുന്നുണ്ട്, മനസ്സിലുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ ചർച്ചയിൽ തന്നെ എനിക്ക് അതിനോട് താല്പര്യമുണ്ട്, കാണാൻ തോന്നുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട. ആദ്യ ഷോയ്ക്ക് സാറുണ്ടോ? തീർച്ചയായിട്ടും കാണുക ഉറപ്പല്ലേ. ആദ്യ ഷോയ്ക്ക് സാറും ഉണ്ട്. പിന്നെ അപ്പോൾ ഗംഭീരമായിട്ട് സാറ് നമുക്കൊന്ന് വിശദമായിട്ടിരിക്കണം. തീർച്ചയായിട്ടും ഒത്തിരി കഥകൾ പറഞ്ഞു പോകണം. കണ്ടിട്ട് നമുക്ക് പിന്നെയും പോടാം. ഒരു അവസാനിപ്പിക്കുന്ന മുമ്പ് ഒരു മനോഹരമായ ഒരു ഗാനത്തോടു കൂടി നമുക്ക് സാറിന് സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കാരണം സാർ അതാണ് ആക്റ്റീവാണ്. വിഷ്ണുവിൻ്റെ ചോയ്സ് ഏത് പാട്ട് വേണമെന്നുള്ളത്. ഓക്കെ, വിഷ്ണു ഏത് പാട്ട് വേണമെന്ന് വികാരനൗക ആയിക്കോട്ടെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കൊടുത്ത്. അല്ല, സന്തോഷം വരുമ്പോഴും കേൾക്കാൻ പാട്ടാണ്. അതെ, സാറും ലയിച്ചു വരുന്ന ഒരു പാട്ടായിരിക്കും. തിരുമേനും കൂടെ പാടാം. തിരുമേനും കൂടെ പാടും. കൂടെ വരും. കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളി പുടവ രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ ഈ മൗനം പിൻവിളിയാണോ? ഞാൻ പാടുന്ന പാട്ടേ അല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പാടിയതാണ്. ഇതില് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വെച്ചാല് എന്നിളകൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ അല്ലേ? എന്നെ അതാണ് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു സംഭവം. എന്നിളകൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ തിരകളും പൂക്കളും മരുതവർണ്ണവും വെറുതെ മറഞ്ഞേനെ. ഭയങ്കര സംഭവം. എനിക്കത് ഭയങ്കര ലൈഫിൽ ടച്ച് ചെയ്തൊരു സാധനം. എന്റെ ജീവിതം എല്ലാ മലയാളിക്കും എന്നിളകൊമ്പിൽ ആരും ഉണ്ടായിരിക്കും. ഏത്
ജെൻസി എന്നോ എക്സ് എന്നോ വൈ എന്നോ മില്ലേനിയൽസ് ഒന്നും ഇല്ലാതെ ആർക്കും ടച്ച് ആവുന്ന ഒരു അപ്രോച്ചാണ് അത്. ആ സിനിമയും ആ പാട്ടും ആ വരികളിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചാലാണ് അതിന്റെ വരികളെ പറ്റി അറിയാത്തവർക്ക് പോലും ടച്ച് ചെയ്യുന്നുള്ളതാണ്, അല്ല, ഇത് ടച്ച് ചെയ്യും എന്നുള്ളതാണ്. ഇനിയും ഒത്തിരി നല്ല വരികൾ, നല്ല സിനിമയ്ക്ക് നല്ല ഭാഗമാകട്ടെ. അതിന്റെ കൂടെ രഞ്ജനും ഒരുമിച്ച് യാത്ര ചെയ്യുക. ഒത്തിരി അതിന്റെ ഭാഗം, നമ്മളെല്ലാം അതിന്റെ ഭാഗം, എല്ലാവരും എന്റെ ഭാഗമാകട്ടെ, മഞ്ജുവും ഭാഗമാകട്ടെ. എല്ലാവരും ഇതിന്റെ അപ്പൊ ഒത്തിരി സന്തോഷം. നമുക്ക് തിയേറ്ററിൽ തിരുമേനിയുടെ ഒപ്പം ഇരുന്ന് പടം കാണാം. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും സന്തോഷം.